അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യന് മരണപ്പെട്ടു പോയാൽ അവന്റെ 3 സാധനങ്ങൾ, 3 വസ്തുക്കൾ, 3 ചരക്കുകൾ അല്ലെങ്കിൽ 3 വസ്തുതകൾ മാത്രമാണ് അവനിൽ നിന്ന് മുറിഞ്ഞു പോകാത്തത്. 3 കാര്യങ്ങൾ അവനോടൊപ്പം തന്നെ ഉണ്ടാകും. ആ 3 കാര്യങ്ങൾ ഏതാണ്? സദഖത്തിന് ജാരിയ, ഒന്ന് ജാരിയായ സദഖ, രണ്ടാമത്തേത് ഇൽമിനി യുൻതഫഉ ബിഹി, അവന് പ്രയോജനം ചെയ്യുന്ന അറിവ്, മൂന്നാമത്തേതോ വലദിന് സ്വാലിഹി യദൂല, അവന് ദ്വാരക്കുന്ന സന്താനങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മളെ വിട്ടു പോകൂല. മരിച്ചാലും കൂടെ ഉണ്ടാവുന്ന 3 കാര്യങ്ങളാണ്. ഭാര്യ പോയി, കെട്ടിടം പോയി, വാടക കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ പോയി, ബാങ്ക് അക്കൗണ്ട് പോയി, എസ്റ്റേറ്റ് പോയി, അതുപോലെ തന്നെ പോർച്ച് കിടന്ന വണ്ടി പോയി, എല്ലാം തീർന്നു. പക്ഷെ നമ്മുടെ കൂടെ ഖബറിലും നാളെ പരലോകം വരെ ഉണ്ടാകുന്നത് 3 കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന് സദഖത്തുൻ ജാരിയ, നീ പള്ളിക്കോ മദ്രസയ്ക്കോ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സദഖ, ഇത് നിനക്കുള്ളതാണ്. അപ്പൊ സദഖ വർദ്ധിപ്പിക്കണോ വേണ്ടേ? ശ്രദ്ധിക്ക്, സദഖ വർദ്ധിപ്പിക്കണോ വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പറ്റൂല, ഉഷാറായിട്ടിരുന്നാലേ പറ്റുള്ളൂ. നമ്മൾ മരിച്ചാൽ നമ്മളോടൊപ്പം ഒരിക്കലും മുറിയാതെ കൂടെ വരുന്ന 3 എണ്ണത്തിൽ ഒന്നാമത്തേത് സദഖ. അപ്പൊ സദഖ വർദ്ധിപ്പിക്കണോ വേണ്ടേ? വർദ്ധിപ്പിക്കണ്ടേ? എത്ര നമ്മൾ സദഖ കൊടുക്കുവോ അത്രത്തോളം നമുക്ക് ഖബറിലേക്ക്, നമ്മുടെ പരലോകത്ത് അതിന്റെ ഗുണം വന്നുകൊണ്ടിരിക്കും. അപ്പൊ സദഖ വർദ്ധിപ്പിക്കണ്ടേ? ഇഷ്ടംപോലെ കൊടുക്കണം സദഖ. പള്ളിക്ക് കൊടുക്കണം, മദ്രസയ്ക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പൊ സദഖ വർദ്ധിപ്പിക്കുന്നതിൽ തർക്കമില്ലല്ലോ, ഒരു തർക്കവും ഇല്ല. പിരിക്കാൻ വേണ്ടിയിട്ടല്ല, കേട്ടോ ബാക്കി. രണ്ടാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹി, അവന് പ്രയോജനം ചെയ്യുന്ന അറിവ്, അത് അവന് മരിച്ചാലും അവന്റെ കൂടെ ചേർന്ന് കൊണ്ടേയിരിക്കും. ഞാനിപ്പോ പ്രസംഗിച്ചു, ഏതെങ്കിലും ഒരു അറിവ് ആരെങ്കിലും ഒരാള് പഠിച്ചിട്ട് അമല് ചെയ്താൽ ഞാൻ മരിച്ചു പോയാലും എന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കാൻ. അതാണ് പ്രയോജനം ചെയ്യുന്ന അറിവ്. അത് വർദ്ധിപ്പിക്കണോ വേണ്ടേ? പരമാവധി പ്രസംഗിക്കണം, പരമാവധി അമല് ചെയ്യണം, പരമാവധി ഇൽമു പഠിക്കണം, അതിൽ യാതൊരു കുറവും വരുത്തണ്ടല്ലോ. ഇനി മൂന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔ വലദുൻ സ്വാലിഹു യദൂല, നിനക്ക് ദുആരക്കുന്ന സാലിഹായ സന്താനങ്ങൾ. അത് വർദ്ധിപ്പിക്കണ്ടേ? സദഖ വർദ്ധിപ്പിക്കണം, ഇൽമു വർദ്ധിപ്പിക്കണം. ഇത് രണ്ടും എന്താ? മരിച്ചു പോയാലും ഖബറിലേക്ക് വരേണ്ടതാണ്. മൂന്നാമത്തേത് ഏതാ? മക്കള്, അവരുടെ ദുആ. അപ്പൊ മക്കളെ കൂടുതൽ ഉണ്ടാക്കണ്ടേ? 3 മക്കളുണ്ടെങ്കിൽ 3 പേരുടെ ദുആ വരും. 10 മക്കളുണ്ടെങ്കിൽ 10 പേരുടെ ദുആ വരും. 15 മക്കളുണ്ടെങ്കിൽ 15 പേരുടെ ദുആ വരും. ഒരുപാട് സന്താനങ്ങളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരുപാട് ദുആ നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട